ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല. തിരിച്ച് വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങും എന്ന് പോലും വിചാരിക്കാതിരുന്ന ആളായിരുന്നു. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. പുതിയൊരു പരിപാടി ഇവിടെ കൊണ്ടുവരണം ആഗ്രഹത്തിനാണ് ഇങ്ങനെ ഒരു ജോണർ സെലക്ട് ചെയ്തത്. ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങിയത് നമ്മൾ. മഞ്ജു ചേച്ചിയാണ് അതർ ക്യാരക്ടർ. ലൈക്ക് നമുക്ക് ഇങ്ങനെ ലോസ്റ്റ് ചെയ്ത ടേപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ആണ് സിനിമ. ഇതില് എല്ലാ സീൻസും അങ്ങനെ സിംഗിൾ ഷോട്ടാണ്. ശരിക്കും ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. പോസ്റ്ററിൽ ഞാൻ കമ്മിറ്റ് ചെയ്തായിരുന്നു ആദ്യം, പക്ഷെ എനിക്കത് ചെയ്യാൻ സമയം കിട്ടില്ലായിരുന്നു. എമ്പുരാന്റെ പ്രിയദർശിനി രാംദാസിന്റെ യാത്ര തുടരുകയാണ്. എൻ്റെ ഒരു സിനിമ എനിക്ക് വീണ്ടും കാണാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ്. രജനി സാറിനോടൊപ്പം ആദ്യമായിട്ടാണ്. അതൊരു രജനീകാന്ത് സിനിമ തന്നെ ആയിരിക്കണമല്ലോ. സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള സിനിമ സൈജു എടുക്കുമ്പോഴാണ് എന്താണ് വ്യത്യാസം എന്ന് പറയാൻ പറ്റും. ഇത് അടി തൊട്ട് മുടി വരെ എല്ലാം പുതിയതാണ്. നമസ്കാരം. വിദേശ ഭാഷാ സിനിമകളിൽ അതുപോലെ ബോളിവുഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ, ഫൗണ്ട് ഫൂട്ടേജ്. ആ ഒരു ജോണറിൽ തൻ്റെ ആദ്യ സിനിമ പറയുകയാണ് സൈജു ശ്രീധരൻ. ഒപ്പം മലയാളത്തിൻ്റെ സ്വന്തം മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ. ഫൂട്ടേജ് എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു. സിനിമയുടെ ടീം നമ്മളൊപ്പം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു ജോയൽ. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം തോന്നുന്നു മഞ്ജു ചേച്ചിയുടെ ഒരു മലയാളം മൂവി വരുന്നത്. ഈ ഒരു മൂവിയിലേക്ക് എക്സൈറ്റ് ചെയ്തൊരു എലമെന്റ് എന്തായിരുന്നു? ഈ ഒരു ജോണറാണോ അതോ സൈജു ശ്രീധരൻ എന്ന എഡിറ്റർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, എന്തായിരുന്നു ഒരു ഈ പറഞ്ഞതെല്ലാം എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഘടകങ്ങളാണ്. ഈ സിനിമയുടെ ജോണർ ഈ ജോയൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മലയാളത്തിൽ ഇതിനു മുമ്പ് അധികം വളരെ പ്രോമിനൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ളൊരു സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു. പിന്നെ സൈജുവിനെ നമുക്ക് എല്ലാവർക്കും, മലയാള സിനിമയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും സൈജു ശ്രീധരൻ എന്ന പേര് വളരെ പരിചിതമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ തോട്ടും ഇന്നോവേറ്റീവായിട്ടുള്ള ഷബ്നയും കുറച്ച് നാളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരുടെ ഒരു തോട്ടും അതിന് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എന്താ പറയുക ഈ ട്രീറ്റ്മെൻറ്റും കേട്ടപ്പോൾ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പോൾ നല്ലൊരു സിനിമയായിരിക്കും എന്ന് വിശ്വസിച്ച് തന്നെ അതിൽ ഭാഗമായതാണ്. ഈ ഒരു ഗ്യാപ്പ് മലയാളത്തിൽ വരുന്നുണ്ടല്ലോ, അത് ഇൻറ്റൻഷണൽ ആയിരുന്നില്ല. അത് ആയിഷയാണ് എൻ്റെ ഇതിനു മുമ്പ് റിലീസായ മലയാള സിനിമ. പിന്നീട് വെള്ളരിപ്പട്ടണം ഉണ്ടായിരുന്നു. സോറി, അല്ല വെള്ളരിപ്പട്ടണം കഴിഞ്ഞിട്ടില്ലേ? ആയിഷ കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു വെള്ളരിപ്പട്ടണം ഒരു. എന്നാ ശരി. എന്നാലും ഏതായിരുന്നാലും അത് കഴിഞ്ഞിട്ട് കുറച്ച്. അപ്പൊ അതിനുശേഷം ഷൂട്ടിംഗ് നടന്നത് തമിഴ് സിനിമകളുടെ ആയിരുന്നു. അത് യാദൃശ്ചികമായിട്ട് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 സിനിമകൾ ഒന്നിച്ച് ചെയ്യാൻ തീരുമാനിച്ച 3 സിനിമകളും തമിഴിലായി എന്നുള്ളത് യാദൃശ്ചികമായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ അവിടെ ആയിരുന്നു എന്ന് മാത്രം. സൈച്ചേട്ടാ, ഫസ്റ്റ് മൂവി ആദ്യമായിട്ട് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. എന്താ ഇങ്ങനത്തെ ഒരു ജോണറിലെ ഒരു ഫൗണ്ട് ഫുട്ടേജ് അത് മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല അധികം. വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു ടോണിൽ ഒരു കഥ പറയുന്നു. അത് എന്താണ് അങ്ങനത്തെ ഒരു ജോണർ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നത്? നമ്മൾ ഈ കൂടുതലും കാണുന്ന ഈ ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്. പിന്നെ അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പുതിയൊരു പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഇങ്ങനൊരു ജോണർ സെലക്ട് ചെയ്തതും ഇത്തരമൊരു പരിപാടിക്ക് ഇറങ്ങിയത്. നമ്മൾ പുതിയതായിട്ടുള്ളൊരു പുതിയ ട്രീറ്റ്മെൻറ്റിൽ പുതിയൊരു എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തായിരിക്കും ഈ ഒരു ജോണറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ എന്താണ് ഒരു പെട്ടെന്ന് ഇൻസ്പയർ ചെയ്ത് എന്താ? എനിക്കത് ഞാൻ എഡിറ്ററായിരുന്നു അറിയാലോ. അപ്പോൾ എനിക്കിങ്ങനെ ഡയറക്റ്റ് ചെയ്യാനൊന്നും ഞാൻ ഒരിടത്തും പോയി അങ്ങനെ സെറ്റിലൊന്നും പോകുന്ന ആളുമല്ല. അപ്പം എനിക്കൊരു കുഞ്ഞു സിനിമ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ജോണറാണെന്ന് തോന്നിയായിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ അത് അത്ര കുഞ്ഞതല്ല, അതിനകത്ത് ഇത്ര എഫേർട്ട് ഉണ്ട്, അങ്ങനെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ചെറിയ സിനിമേൻ്റെ ചിന്തയിൽ നിന്നാണ് ഇപ്പം ഇങ്ങനൊരു സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എത്ര നാളെ ഈ ഒരു ഫിലിമിന് പിന്നാലുള്ള ജേർണി ആരംഭിച്ചിട്ട്? ഇതിൻ്റെ ത്രെഡൊക്കെ കുറേ കാലം മുമ്പ് മനസ്സിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ 1 year ആയിട്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രീ പ്രൊഡക്ഷൻ ഉൾപ്പെടെ. ഇപ്പോൾ വാങ്ങിയതിന് ശേഷം പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ഒന്നിച്ച് ഈ ഒരു സ്റ്റാർട്ട് എത്ര നാളായിട്ടുണ്ടോ നിങ്ങൾ ഒന്നിച്ച് സ്റ്റാർട്ട്? ഞങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മളിങ്ങനെ സിനിമകളെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മൾ സംസാരിക്കാറ്. അപ്പോൾ ഞങ്ങൾ വേറൊരു കഥയൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു കഥ പറഞ്ഞ് നമ്മളതിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ആൾക്ക് ഇങ്ങനൊരു ഐഡിയ പറയുന്നത്. അപ്പോൾ എനിക്കത് നമ്മൾ എഴുതുന്നൊന്നും ഞാനന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അത്
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ തന്നെ രീതിയിൽ സിനിമ പറയുന്ന, ഇപ്പം സൈജുനായിട്ട് നമുക്ക് സംസാരിച്ചാലും അറിയാം, ആൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകൾ എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വിക്കിപീഡിയയാണ് സൈജു. സിനിമനെ പറ്റിയിട്ട് അറിയാനാണെങ്കിലും ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് അറിയാനാണെങ്കിലും എന്തുമായിക്കോട്ടെ, സിനിമയെ സംബന്ധിക്കുന്ന കളറ്, ശബ്ദം, ഇതൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് അതിൽ നിന്നൊക്കെ ഇങ്ങനൊരു മേഖല തന്നെ എത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്കറിയാൻ പറയാം, നമുക്ക് കാഴ്ചയിലൂടെയും കേൾക്കുന്നതിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ ഒരു സൗഹൃദത്തിന് ശേഷമാണ്. നമുക്ക് സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ നിന്ന്, പക്ഷേ എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആളെ കഥ പറയുന്നു, ആൾക്ക് ഇതിൻ്റെ ഒരു കൃത്യം ഐഡിയ ഉണ്ട്, ഇത് ഇന്ന ജോണറാണെന്ന്. അപ്പോഴും എനിക്ക് ഫൗണ്ട് ഫുട്ടേജിനെ പറ്റി അത്ര വലിയ അറിവൊന്നും, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് അത് എഴുതുകയും ഡിസ്കസ് ചെയ്യും, അതിലേക്ക് എത്തുക ചെയ്തത്. പിന്നെ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളുടെ രണ്ടുപേരുടെയും ഇപ്പം ഞാൻ പറയുന്നൊരു പേഴ്സ്പെക്റ്റീവിനെ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും കൂടി വേണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടറിൻ്റെ ഒരു കോളാണ് അത്, എന്ത് തീരുമാനിക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പുറത്ത് ഇങ്ങനെയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയുക, അതിനെ അതേപോലെ തന്നെ ബഹുമാനത്തോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും. എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ഒരു പ്ലോട്ട് പറയാൻ പറ്റിയ സിനിമയെ കുറിച്ച്? ഇതിൻ്റെ പ്ലോട്ട് ഇപ്പം നമുക്ക് ഇന്ന പ്ലോട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ജോയലിനിപ്പം മനസ്സിലാവും, നമ്മളിപ്പോൾ ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ നമുക്കിങ്ങനെ ഒരു ബേസ് ലൈൻ എന്തായാലും നമ്മൾക്കുണ്ട്, ഇതാണ് നമുക്ക് അതിലൂടെ പറയേണ്ടത്. പക്ഷെ നമുക്കിങ്ങനെ ലോസ്റ്റ് ചെയ്ത ടേപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസാണ് സിനിമ. അതിൽ നമ്മളൊരു കഥ ഉണ്ട്, അത് നമ്മൾ കാണുന്നവരും കൂടി ഇരുന്ന് അതോടൊപ്പം ഒരു യാത്ര ചെയ്താലേ കിട്ടൂ കഥ. അപ്പം ആ ഒരു ബേസ് കഥ നമ്മളെടുത്തുണ്ട്. ഈ 2 യൂട്യൂബേഴ്സാണ്, അവരെടുക്കുന്ന ക്യാപ്ചർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഈ സിനിമ. സൈജു ശ്രീധരൻ എന്ന എഡിറ്റർ കം ഡയറക്ടറായിട്ടൊരു വ്യക്തി, അത് ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു? എനിക്ക് അങ്ങനെ സൈജുവിനെ അങ്ങനെ പറയുന്നത് പോലും എനിക്ക് വ്യക്തി എന്നുള്ളതിൽ കൂടുതൽ അറിയുമ്പം എനിക്ക് ഞെട്ടരുത് കേട്ടോ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മളൊക്കെ ഒരു കാഴ്ച കാണുന്നു, നമ്മളൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നു, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കാഴ്ചയും ശബ്ദവും ഒക്കെ കിട്ടുന്നൊരു ആളാണ് സൈജു എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ആസ് എ പേഴ്സൺ അങ്ങനെ ഒരു കഴിവുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. വെറുതെ പഠിപ്പിച്ച് വിട്ടതാട്ടോ. അപ്പം അത് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ശരിക്കും എഡിറ്റിങ്ങിലാണെങ്കിലും സൗണ്ടിലാണെങ്കിലും പ്രൊഡക്ഷൻ എന്താ പറയുക കളറിലൊക്കെ ആണെങ്കിലും ചെയ്യുന്നത്. ആ ഒരു ടാലൻറ്റിൻ്റെ റിഫ്ലക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആളുടെ ഒരു കളറ് പറയും. അപ്പം ഇപ്പം അത് സൗണ്ട് ആയിക്കോട്ടെ. അപ്പം എനിക്ക് അത് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ എനിക്ക് കാണുന്നില്ലല്ലോ ഇതൊന്നും. എനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല കേട്ടോ, അതുകൊണ്ടല്ല. പക്ഷെ അതാണ് അങ്ങനത്തെ ഒരാളായിട്ട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു പഠനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് ആസ് എ പേഴ്സൺ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഗായത്രി ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ ഗായത്രിയുടെ അതുപോലെ വിശാഖിൻ്റെ ക്യാരക്ടേഴ്സിന് കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ശേഷം ഈ നടി ആരാന്നുള്ളൊരു ടോക്കപ്പ് വന്നിരുന്നു. അതിനുശേഷം പിന്നീട് അതിന് വാർത്തകളിലൊക്കെ വന്നു ഗായത്രി. ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താ ഇപ്പോൾ പറയാൻ പറ്റുക ഗായത്രി? ആക്ച്വലി ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് പറയാൻ പറ്റത്തില്ല. ഐ എം എ വ്ളോഗർ. ലൈക്ക് നമുക്ക് ഒരുപാട് അങ്ങ് ഓപ്പണായി പറയാനും പറ്റത്തില്ല. ഞാനും വിശാഖ് ഇതിൽ വ്ളോഗേഴ്സ്, പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ്. ഇത്രയും തൽക്കാലം ട്രെയിലറിലായാലും അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് തൊട്ട് സെക്കൻഡ് ലുക്കിലായാലും മഞ്ജു ചേച്ചി അധികം കാണുന്നില്ല. ട്രെയിലറായാലും ഇപ്പം ജസ്റ്റ് ഒരു ഷോട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. അതൊരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരിക്കുമോ ചേച്ചിയുള്ളത്? അല്ല, അത് ഈ സിനിമയുടെ ഒരു സ്വഭാവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. പോസ്റ്റേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൊമോഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫുട്ടേജ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നപ്പോൾ ജോയൽ തന്നെ ഇത് എടുത്ത് ചോദിച്ചില്ലേ, അപ്പോൾ അത് തന്നെ ആണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചു തരുന്നതും അത് തന്നെയാണ്. ഇതിൻ്റെ ഷെബു പറഞ്ഞതുപോലെ ഇതിൻ്റെ കഥ 2 വരിയിൽ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന കഥയുള്ളൂ. ഇത് ശരിക്കും ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കൊണ്ടുണ്ടാവേണ്ടത്. അത് ഈ ഫുട്ടേജ് ജോണറിൽ അത് ഓരോ സീനും കട്ട് ചെയ്യാതെ, ഓരോ സീൻ എന്ന് പറയുന്നത് ഓരോ സിംഗിൾ ഷോട്ടാണ്. അത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ക്യാമറയുടെ കൂടെ പ്രേക്ഷകരും സഞ്ചരിച്ച് ഓരോ സീനും എക്സ്പീരിയൻസ് ചെയ്യുന്ന
അങ്ങനെ ആയിരിക്കണം പ്രേക്ഷകർ സിനിമ കാണേണ്ടത്. ക്യാമറയും ഒരു കഥാപാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മളും ആക്ച്വലി അതിൽ ആവും അറിയാതെ ആയിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൈജു. ഇപ്പോൾ സൈജു ചേട്ടൻ ഒരു എഡിറ്ററാണ്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി. മറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്താ? ഒരു എഡിറ്റർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്താ ചേച്ചിക്ക് ഒരു പ്രൊഡക്ഷൻ സ്റ്റൈൽ? ഇതിന്റെ ജോണർ വെച്ചിട്ട് നമുക്ക് ടോട്ടലി പുതിയതാണ്. അപ്പം അതുകൊണ്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള സിനിമ സൈജു എടുക്കുമ്പോഴാണ് എന്താണ് വ്യത്യാസം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അടി തൊട്ട് മുടി വരെ എല്ലാം പുതിയതാണ്, എനിക്ക് പുതിയതാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ ഒരു പഠനം എനിക്ക് പറ്റിയിട്ടില്ല. മെറ്റീരിയൽ ആണെന്നൊക്കെ. സൈജേട്ടാ, എന്താ പറയാ, മറ്റ് എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ പടങ്ങൾ വെട്ടിമുറിക്കുന്ന ആളാണ്. ഇപ്പൊ സ്വന്തം പടം വെട്ടിമുറിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു? അതെ അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ എഡിറ്റ് കാര്യമായിട്ട് നടന്നിട്ടുള്ളത്, സീരിയസ് ആയിട്ട് നടന്നിട്ടുള്ളത് ആ സ്ക്രിപ്റ്റിങ്ങിലാണ്. കാര്യം സിനിമയിൽ അങ്ങനെ എഡിറ്റിംഗ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ആ ക്ലാബ് ബോർഡും 2 വയസ്സുള്ള ക്ലാബ് ബോർഡ് കളയേണ്ട ആവശ്യമുള്ളൂ, പിന്നെ സീനായിട്ട് കളയണം. നമ്മളങ്ങനെ ഒത്തിരി കളഞ്ഞിട്ടില്ല, നമ്മൾ ആവശ്യമുള്ള മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ എഡിറ്റിംഗ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണുള്ളത്. ഒരു എഡിറ്റർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിലെ തന്നെ ഒരു എഡിറ്റിംഗ് നടക്കും. അല്ല, നമ്മളുടെ എല്ലാ സീനുകളും സിംഗിൾ ടേക്ക് ആണ്. അപ്പം നമുക്ക് ഇപ്പം സാധാരണ സിനിമയിലുള്ള പോലെ വൈഡിലൊന്ന് ക്ലോസിലൊന്ന് അങ്ങനെയല്ല, മൊത്തം സീൻ തന്നെ ഒരൊറ്റ എല്ലാം കൊറിയോഗ്രാഫിയും എല്ലാം, അതായത് സീൻ 1 തൊട്ട് അവസാനം വരെ എല്ലാം സിംഗിൾ ടേക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിനെ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കാനോ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കട്ട് ചെയ്യാനോ പറ്റില്ല. ഗായത്രി ഉപയോഗിച്ചോട്ടെ. ഇതിനിടെ ഇപ്പം മെമ്പർ രമേശൻ അങ്ങനെ കുറച്ച് മൂവീസ് വരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വളരെ സ്റ്റാർ കാസ്റ്റും മഞ്ജു സ്റ്റാർ കാസ്റ്റും ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയും. അയ്യോ, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ. മാത്രമല്ല ഈ സിനിമയിൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉള്ളൂ, അപ്പോൾ ഒരു വളരെ ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യാനും പറ്റും. അതെ, പിന്നെ അതായത് ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നത് ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓഡിഷൻ വഴിയാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം സൈജു ചേട്ടനും ഷെബു ആണ് ലൈക്ക് ഓഡിഷനൊക്കെ കഴിഞ്ഞ് സെലക്ടിങ് ആ പ്രോസസ്സിൽ സ്ക്രിപ്റ്റ് എനിക്ക് തന്ന സമയത്തൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അവരായിരുന്നു ഫസ്റ്റ് ലൈക്കിന് അട്രാക്റ്റീവ് ആയത്. ആ സമയത്താണ് പറയുന്നത് മഞ്ജു ചേച്ചിയാണ് അതർ ക്യാരക്ടർ. ലൈക്ക് ആൻഡ് ദാറ്റ് ടു ഞാൻ മഞ്ജു ചേച്ചി വലിയ ഫാനാണ്. ഓൺ ടോപ്പ് ഓഫ് എൻ്റെ അമ്മയും ഭയങ്കര ലൈക്ക് ക്രേസി ഡൈ ഹാർട്ട് ഫാൻ ഓഫ് മഞ്ജു ചേച്ചിയാണ്. അപ്പം ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. എനിക്ക് അത് രജിസ്റ്റർ ആവാൻ കുറച്ച് ടൈമൊക്കെ എടുത്തു. ലൈക്ക് ഞാനും മഞ്ജു ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഈ ഒരു ടീം തന്നെ ലൈക്ക് എക്സ്പീരിയൻസ് വൈസ് ഓൾസോ ഭയങ്കര ഡിഫറെൻറ്റും ഭയങ്കര ഡിഫിക്കൾട്ടും എല്ലാം കൊണ്ടും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഇറ്റ് വാസ് ഗ്രേറ്റ് വർക്കിംഗ് വിത്ത് ഹർ. മഞ്ജു ചേച്ചി എന്താ പറയുക, ഒരു കംബാക്ക് നടത്തിയതിന് ശേഷം പിന്നീട് വീണ്ടും നമ്മൾ കന്മതത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ വീണ്ടും ആ ഒരു സ്റ്റാർഡത്തിലേക്ക് തിരിച്ചു വന്നൊരു ആക്ട്രസ്സാണ്. എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്നത്? ഇല്ല, അതൊന്നും ഇന്റൻഷനലി ഞാൻ തിരിച്ചു വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങും എന്ന് പോലും വിചാരിക്കാതിരുന്ന ആളായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചു വരുന്നതിന് ശേഷമാണ് തമിഴിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു അസുരൻ. ആ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഗംഭീരമായ ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന മഞ്ജുചേച്ചി കമ്പാക്കിന് ശേഷം വന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് പറയാമോ? അസുരൻ അതിന് താങ്ക്സ് ടു വെട്ടുമാരൻ സർ ആൻഡ് ധനുഷ് സാറാണ്. ധനുഷാണ് എന്നെ സിനിമയിലേക്ക് ഇത് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അതിന് മുമ്പും പല സിനിമകളിലേക്കും ഡിസ്കസ് ചെയ്തിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ നടക്കാതെ പോയി. പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടിയും അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ വെട്ടുമാരൻ സാറിൻ്റെ സിനിമയും കൂടിയാണല്ലോ, അപ്പോൾ വളരെ എനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോഴും ഒക്കെ സന്തോഷം തോന്നി. അത് കിട്ടിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ആ ക്യാരക്ടർ നമുക്ക് കന്മതത്തിലെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് കന്മതത്തിലെ കഥാപാത്രം ഓർമ്മ വന്നു. അപ്പോൾ അതേപോലെ തമിഴിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കഥാപാത്രം അത്തരത്തിലായത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി. ഇപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം അടുത്ത വിടുതലയിലും വെട്ടുമാരൻ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയാണ്. അടുത്ത സിനിമയല്ല, അതിനുശേഷം അദ്ദേഹം വിടുതലൈ 1 ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ സാധിക്കാനൊരു ചാൻസ് കിട്ടിയത്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു. വിടുതല 2ന്റെ ഫസ്റ്റ് പോസ്റ്ററിൽ തന്നെ ചേച്ചിയുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് എന്താ
ഇപ്പോൾ ഒന്ന് പറയാൻ സാധിക്കുക എന്നുള്ളത് അതിനങ്ങനെയൊന്നും പറയാറായിട്ടില്ല. ഷൂട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ. അത് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത് വിജയ് സേതുപതി സാറിനൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ എനിക്കും വലിയ സന്തോഷമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വലിയ സന്തോഷമുണ്ട്. ഷബ്നയിലേക്ക് വന്നാൽ വാങ്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നീട് ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു മൂവി വരുന്നത്. ഇപ്പോൾ എത്ര നാളത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു ഈ ഒരു മൂവിയുടെ? വാങ്ക് കഴിഞ്ഞ് നമ്മളൊരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷനിലേക്ക് വരികയും പിന്നെ നമ്മൾ കുറേ ആലോചിക്കുകയും എന്നിട്ടാണ് നമ്മളിതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം എനിക്കങ്ങനെ കൃത്യം പറയാൻ പറ്റില്ല. ഓരോ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിരിക്കില്ലേ. ഇപ്പോൾ നമ്മളിപ്പം അത് തയ്യാറാവാനും ഇതെന്നെ സംബന്ധിച്ച് തീർത്തും എനിക്ക് ഒരിക്കലും അറിയാത്ത, എനിക്കല്ലെങ്കിലും തിരക്കഥ എഴുതാൻ അറിയുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അത്രയും തന്നെ അത് അറിയാനുള്ളൊരു സമയം വേണമായിരുന്നു. അതുകൊണ്ടൊന്നുമില്ല കേട്ടോ ഗ്യാപ്പ് വന്നത്. ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? മഞ്ജു ചേച്ചിയിലേക്ക് വരുന്ന പോലെ ഗായത്രി അതെങ്ങനെയായിരുന്നു? ഞാനാണെന്ന് പറയുന്നത് ഏറ്റവും അവസാനം വന്ന് ചേർന്ന ആള്. അല്ല ചേച്ചിയല്ലേ? ചേച്ചിയാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ ചേച്ചിയുടെ ഇത് പറഞ്ഞു. വിശാഖിനൊക്കെ ആദ്യം തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗായത്രിനും നമ്മൾ ഓഡിഷൻ വഴിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് 2-3 കുട്ടികളെ സെലക്ട് ചെയ്തതിൽ നിന്ന് ഓഡിഷൻ ചെയ്തിട്ടാണ് ഗായത്രിയിലേക്ക് എത്തുന്നത്. ചേച്ചി പിന്നെ നമ്മളുടെ എന്താ പറയുക, എനിക്ക് ചേച്ചി വേണം ആ ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ. എത്രയോ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ. എത്രയോ സിനിമകളിൽ ചേച്ചിയുടെ എന്താ പറയുക പെർഫോമൻസ് ഉണ്ട്. നമ്മൾ എന്താ പറയുക ആസ് എ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഇല്ലേ, നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടർ ഇതിൽ വരണം എന്നും ആ പെർഫോമൻസ് ചേച്ചി ചെയ്യുമെന്നും ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ചേച്ചിയിലേക്ക് വരണം. നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെയല്ല ഒരു ഫീമെയിൽ ലീഡിൽ. സൈചേട്ടാ എങ്ങനെയുണ്ട് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആക്ട്രസിനിപ്പോൾ ഉള്ള ഒരു ഡയറക്ടോറിയലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. ചേച്ചിയിൽ നിന്ന് എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ. പിന്നെ ഡെഡിക്കേഷൻ എന്തൊക്കെ പറയാം. ഇല്ല, എനിക്കതിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും അതിൽ സ്നേഹം അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ മഞ്ജു ചേച്ചിനെ ഇത് വേറെ മെയിൽ ക്യാരക്ടറിനും പ്ലേസ് ചെയ്ത് ചെയ്യാം, അതിനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷേ മഞ്ജു ചേച്ചിനെ വേണം എന്ന് പറയുമ്പോൾ സൈജു അതിനോട് കാണിച്ച് ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഞങ്ങളും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യും, നമുക്കും അത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും അതിനുള്ള സാധ്യത ഉണ്ടെന്നും അതിനെ ഡയറക്ടറിനാണ് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരാണ് അതിനെ തീരുമാനിക്കേണ്ടത്. അതിനെ ഏറ്റവും സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും അത് കൊള്ളാം നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റും ചെയ്തതാണ് എനിക്ക് പേഴ്സണലി എന്താ പറയുക നല്ല സന്തോഷവും. അല്ലെങ്കിൽ നമ്മളെയും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള അങ്ങനെ എല്ലാവരും തയ്യാറാവില്ലല്ലോ. അത് എനിക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻ അതാണ്. പക്ഷെ ഞാൻ ഇത് പറയാൻ മറന്നുപോയി. ഇത് എപ്പോഴെങ്കിലും അല്ല, കാരണം അത് നമ്മളിപ്പോൾ ഒരു റൈറ്റർ ഒരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു റൈറ്റർ, ഞങ്ങൾ രണ്ടുപേരും 2 പെർസ്പെക്റ്റീവിലുള്ള മനുഷ്യരും കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതും അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച് അത് തീരുമാനിക്കുക എന്നുള്ളതും സാധാരണ നമുക്ക് അത്രയും അനുഭവങ്ങൾ ഉണ്ടാവാറില്ല. അത് എനിക്ക് ഭയങ്കര ഹാപ്പി. ചേച്ചിയുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ആഡ് ഓൺസ് നിങ്ങളുടെയാണ്. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ല. അതിന്റെ തിരക്കിലായിരുന്നു. ഇല്ല, അത് അല്ല, ചേച്ചിയുടെ ഒന്നും പറയാനില്ല. അത്ര കലക്കനായിരുന്നു എല്ലാ രീതിയിലും. ഇപ്പം സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉള്ള ആളുകളും എല്ലാവരും ചേച്ചിനെ മാതൃകയാക്കാവുന്നതാണ് പല. അതെ, സത്യം. അല്ല, ഞാനിത് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ചേച്ചി ശരിക്കും ഒരു പഠന പുസ്തകമാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാവുന്ന ഒരു പെർഫോമറാണ് ചേച്ചി. അത് ചേച്ചി അതിന് കൊടുക്കുന്ന സമർപ്പണം തൊട്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ പ്രൊമോഷന് വന്നിരിക്കുന്ന വ്യക്തി എന്നുള്ള ഉൾപ്പെടെ. പിന്നെ ഈ ആക്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറയേണ്ട പോലും ആവശ്യമില്ല. ആരും ഒന്നും പറയാനില്ല. ചേച്ചിയുടെ ഡെഡിക്കേഷൻ ഇപ്പം ഞാൻ നോക്കി ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. കറക്റ്റ് പങ്ക്ച്വാലിറ്റി. ചേച്ചി ഓൺ ടൈമാണ്.
ലൈക്ക് എപ്പോഴും ഓൺ ടൈം. ഇന്റർവ്യൂ ആസ് ഇൻ ലൈക്ക് സ്റ്റാർട്ടർ നമുക്കും പിക്കപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഫ്രം ലൈക്ക് ബിഗർ സ്റ്റാർ നമ്മൾ ഒബ്വിയസ്ലി ടേക്കപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വൺ തിങ് ഇസ് ഹർ ഡെഡിക്കേഷൻ ആൻഡ് ദ ഡിസിപ്ലിൻ. ഇപ്പോഴും ഷീസ് എ സ്റ്റാർ, ലൈക്ക് ഭയങ്കര ലെവലിൽ നിൽക്കുന്ന സ്റ്റാർ. ഇപ്പോഴും ഷീസ് ഫങ്ഷനിലൊക്കെ പറഞ്ഞു കറക്റ്റ് ടൈം ഷീസ് ദേ. അപ്പോൾ ഞാനൊക്കെ ലേറ്റ് ആവുന്ന എനിക്ക് ടെൻഷൻ. അതേ ഞാൻ നമുക്കൊക്കെ ഇങ്ങനെ തോന്നില്ലേ, എന്താ ചേച്ചി എന്തുകൊണ്ട് ഒരാൾ ഇങ്ങനെ ആവുന്നു എന്നുള്ളത് നമുക്ക് ചേച്ചിനായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ള ഉത്തരം കൂടി നമുക്ക് കിട്ടും. അതെ, എനിക്കങ്ങനെ തോന്നിയത് അല്ലേ. അതെ, നമുക്ക് ഇത് ഞാൻ വളരെ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം കേട്ടോ പറയാനുണ്ട്. നമുക്കത് ചില സമയത്തൊക്കെ ചേച്ചി മഞ്ജു വാര്യർ ദേഷ്യം വരുന്നൊക്കെ എന്താണ് അസൂയൊക്കെ വരും. പക്ഷെ ഇപ്പോഴല്ലേ മുന്നേ. പക്ഷെ നമുക്കത് എന്തുകൊണ്ട് മഞ്ജു വാര്യർ നോക്കുമ്പോൾ ഇതുകൊണ്ട് എന്നുള്ളത് നമുക്ക് കാണാം, വ്യക്തമായിട്ട് കാണാം. അവരുടെ പെർഫോമൻസിലാണെങ്കിലും അവരൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവോൾവ് ചെയ്യുന്നതാണെങ്കിലും മനുഷ്യരോട് കാണിക്കുന്നതാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ എന്നുള്ളതിൻ്റെ ആൻസർ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നാൽ എത്ര ദിവസം ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? പ്രൊഡക്ഷൻ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? 39 days. 39 days. ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ. ഒരു ടൈം പീരീഡ് ഇതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു സഹിച്ചേട്ടൻ ഓസ്ലർ, അതുപോലെ അന്വേഷിപ്പിക്കും കണ്ടെത്തും, അങ്ങനെ കുറച്ചധികം മൂവീസ്. ഓസ്ലർ ഞാൻ കമ്മിറ്റ് ചെയ്തായിരുന്നു ആദ്യം, പക്ഷേ എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. നമ്മളുടെ പടത്തിൻ്റെ പോസ്റ്റ് നടക്കുന്നു, പിന്നെ അന്വേഷിപ്പിൻ, അതാണ് ചെയ്തത്. പിന്നെ ആ ഒരു സിനിമ ചെയ്തുള്ളൂ ആ സമയത്ത്. ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിപ്പിക്കും കണ്ടെത്തും മാത്രമേ വന്നിട്ട്. അതെ, ഇതിൻ്റെ ഈ ഫുട്ടേജിൻ്റെ വർക്കുകളായിട്ട് ബിസി ആയിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞു. ഇപ്പോൾ ചേച്ചി, പ്രേക്ഷകർ എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ സിനിമ കാണണമെന്ന് ചേച്ചി ഇത്തരം നല്ലൊരു എക്സ്പീരിയൻസ് ഒരു ആക്ട്രസ് എന്ന രീതിയിൽ പ്രേക്ഷകർക്ക് എന്താ ഒരു ഉറപ്പ് പറയാൻ പറ്റുക? ഇത് പുതിയ ഒരു ചിന്തയാണ്, പുതിയൊരു ശ്രമമാണ്, പുതിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ഒരു സിനിമയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു അഭിപ്രായവും അവരതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു സിനിമയുടെ ഒരു യാത്രയുടെ ഒരു അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അത്രയും സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് എല്ലാ സിനിമകളിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇതിലും 100%, 200% സിൻസിയറായിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഏതെങ്കിലും വർഷങ്ങളിൽ വർക്കിങ്ങിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൂവീസാണ് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എല്ലാം ഒരു പുതുമയാർന്ന അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന ജോണറുകൾ എന്നല്ല, കഥാപാത്രങ്ങളുമാണ്. ഈ ഒരു സെലക്ടിങ് പ്രോസസ്സിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? ഒരു സീക്രട്ടും ഇല്ല. അത് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോയെന്ന്, അല്ലെങ്കിൽ ഞാനത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കും. അങ്ങനെ അത് ചിന്തിച്ച് നോക്കുക പോലുമല്ല, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ വളരെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന ഒരു എന്തെങ്കിലും ഒരു ഫാക്ടർ ചിലപ്പോൾ നമ്മളെ അതിലേക്ക് ആകർഷിക്കും. അത് ഇന്നതാവണം എന്നുമില്ല, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ ഇതിപ്പോൾ റീ റിലീസുകൾ അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ദേവദൂതൻ റീ റിലീസ് ചെയ്യുന്നുണ്ട്, മണിച്ചിത്രത്താഴ് വരുന്നുണ്ട്. ചേച്ചിയുടെ ഒരു പടം റീ റിലീസ് ചെയ്യണം എന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ ഏതെങ്കിലും? എനിക്ക് അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു സിനിമ എനിക്ക് വീണ്ടും കാണാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഉത്തരം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവോ ചേച്ചിയുടെ ഏതെങ്കിലും ഒരു പടം റീ റിലീസ് ഒരു തിയേറ്ററിൽ ഒന്നുകൂടെ കണ്ടെഴുതി പൊട്ടുന്നിട്ട്? ഐ ലവ് ഇറ്റ്. എനിക്ക് ടി വി കാണാൻ തന്നെ ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് ചേച്ചിയുടെ സല്ലാപം ഇടയ്ക്ക് കാണുന്ന ഒരാളാണ്. എന്നിട്ട് ഞങ്ങൾ വിളിച്ച് സംസാരിക്കും, സല്ലാപത്തിൽ ചേച്ചി അവിടെ ചെയ്തു. ചേച്ചിയുടെ ഇനി വരുന്ന പ്രധാനപ്പെട്ട വേറെ 2 റിലീസുകൾ, ഒന്ന് രജനി സാറിനൊപ്പം വേട്ടയും വരുന്നുണ്ട്, പിന്നെ എമ്പുരാനുണ്ട്, പിന്നെ മറ്റൊരു തമിഴ് സിനിമ കൂടിയുണ്ട്, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതൊന്നും കൂടാതെ ഒരു ഹിന്ദി മൂവിയും വരുന്നുണ്ട്. ഹിന്ദി അത് ഇപ്പോൾ ഷൂട്ടിംഗ് പകുതിയായിട്ട് നിന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ അത് ഇനി മുഴുവനാക്കുന്നത് എപ്പോഴാണെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് എന്താ വേട്ടയൻ മൂവി എന്താ പറയാൻ പറ്റും ഇപ്പോൾ സിനിമയെ കുറിച്ച്? രജനി സാറിനോടൊപ്പം ആദ്യമായിട്ടാണ്. അതിൻ്റെ സംവിധായകൻ ജ്ഞാനവേൽ സാറ്, അദ്ദേഹം ജയ്ഭീം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതിലും നല്ലൊരു കഥാപാത്രമാണ്. പക്ഷെ തീർച്ചയായിട്ടും അതൊരു രജനീകാന്ത് സിനിമ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ നല്ലൊരു വലിയ സിനിമയായിരിക്കും. അതിൽ നല്ല കഥാപാത്രമാണ്. രജനി സാറിൻ്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ എമ്പുരാന്റെ പ്രിയദർശിനി രാംദാസ് യാത്ര തുടരുകയാണ്. അപ്പോൾ അതും രാജു പറയുന്നത് പോലെ
പറയാൻ അത്രയും പോലും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് ആകെ വളരെ കുറച്ച് ദിവസങ്ങളെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇനി എൻ്റെ ഭാഗങ്ങൾ ബാക്കിയുണ്ട് ഒരുപാട്. കേരളത്തിൽ ഷെഡ്യൂൾ ആയിരുന്നല്ലോ. എൻ്റെ ഭാഗങ്ങളൊക്കെ കേരളത്തിൽ ഷെഡ്യൂളിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം അത് നന്നായിരിക്കണം. എല്ലാവരും വെയിറ്റിംഗ് ചെയ്യുന്ന മൂവിയാണ് എല്ലാവരും. സഹിച്ചേട്ടാ, ഇനി പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ടോ അവരുടെ അടുത്ത പടം? അടുത്ത സിനിമ, അടുത്തൊരു സിനിമ ഞാൻ എങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കി പണികളിലേക്ക് കയറാൻ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു എഡിറ്റർക്ക് ഡയറക്ടർ ആകുമ്പോൾ അത് എത്രത്തോളം എളുപ്പമാണ്, എത്രത്തോളം എന്തൊക്കെയാണ് എൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് തോന്നിയത് ഞാൻ ഇപ്പം മറ്റുള്ളവർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഫുട്ടേജ് ആണെങ്കിലും ഞാനത് ചിലർ എല്ലാ ഷോട്ടുകളും യൂസ് ചെയ്യും, ചിലർ അതിന് പ്രസ് ചെയ്യുകയും ചെയ്യും, അത് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ ഒന്നും വരാത്തെന്താണ്. പക്ഷേ ഞാൻ ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളിലൂടെ ഒരു സീൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ശ്രമിക്കാറ്. ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളിലൂടെ ഏറ്റവും ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട്, ഒരു നമുക്ക് കണ്ണിനും ഒന്നും ഒരു മീൻസ് ഒരു വിഷ്വലി യാതൊരു രീതിയിലുള്ളൊരു തടസ്സം ഇല്ലാണ്ട് കാണിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ എഡിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പം എഴുതിയതേ ഒറ്റ ടേക്കേ ഉള്ളൂ, അപ്പോൾ എഡിറ്റ് ഇല്ല അതിനകത്ത് ശരിക്കും. പക്ഷേ ഇനിയിപ്പം ചെയ്യുകയാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ഷോട്ടുകളിലൂടെ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു നരേഷൻ പോവുക. അപ്പം ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇതൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ഒരു എഡിറ്റർ ചിലപ്പം ഡയറക്ടർ ആകുമ്പം അയാൾക്കറിയാമല്ലോ എനിക്ക് ഉറപ്പാണ് ഞാൻ വേറൊരു ഇന്ന ആംഗിളിൽ നിന്നും ഷോട്ട് ഞാൻ ഉപയോഗിക്കില്ല എന്ന് എനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ഡയറക്ടർ ഒരു ഓപ്ഷനായിട്ട് എടുത്ത് വെച്ചിരുന്നു, അയാൾ ഇനി അത് ചോദിച്ചാലോ എന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിലൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്തായിരിക്കും ഒരു മേക്കിങ്ങിൽ ഒരു എഡിറ്റർ ആയതുകൊണ്ട്? എനിക്ക് അങ്ങനെ പറയാൻ മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളുടെ സിനിമയിലെ പല ഷോട്ടുകളും ഡിഫിക്കൽട്ടായിട്ടുള്ളതായിരുന്നു. നിങ്ങളത് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് അല്ലാണ്ട് തന്നെ ഒരുപാട് ചില ഷോട്ടുകളൊക്കെ ഉണ്ടാക്കും ഭയങ്കര ബുദ്ധിമുട്ടിയും ചിലപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, പക്ഷെ അതൊക്കെ കിട്ടുമോ എന്നൊക്കെ ഡൗട്ടിലൊക്കെ പോയി. പക്ഷെ എന്നാലും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കട്ട് ചെയ്യാതെ എടുക്കണം. ഒരു സീൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സീൻ്റെ അവസാനം വരെ ഒറ്റ ഷോർട്ടായിട്ട് തന്നെ പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചാലഞ്ചസ് ഒരുപാട് ഇതിലുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടിട്ട് ഫൈറ്റും കുറച്ച് ആക്ഷൻസ് ട്രെയിലറിൽ. പക്ഷെ ശരിക്കും അതിന്റെ ആ ഒരു ലെങ്തി ഷോർട്സിന്റെ ഒന്നും നമുക്ക് കൺവേ ചെയ്യാം. കാരണം ഇതില് ഒരു സീൻ 6-7 മിനിറ്റുള്ള സീൻ, എല്ലാ സീൻസും അങ്ങനെ സിംഗിൾ ഷോട്ടാണ്. അപ്പൊ സിനിമ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ സിനിമ. അങ്ങനെ വേണം ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനെന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും റിലീസ് എത്തുകയാണ്. ഇതൊരു വലിയ വിജയമാകട്ടെ. മാത്രമല്ല ഒരു എക്സ്പെരിമെൻ്റൽ ടോണിൽ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ ഗഗനചാരി ആയാലും ഇതിന് മുമ്പ് ഭ്രമയോഗ ആയാലും ഒരുപാട് എക്സ്പെരിമെൻ്റൽ ടോണിനെ പ്രേക്ഷകർ വല്ലാണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണല്ലോ. അപ്പോൾ ഈ സിനിമയും പ്രേക്ഷകർ എല്ലാ ഇരയും സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ജോയൽ. താങ്ക് യു.